Welcome back to Tax Tales by SES. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ടി ഡി എസ്, എപ്പോഴാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 192 മുതൽ സെക്ഷൻ 194 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ സെക്ഷൻ 194C മുതൽ സെക്ഷൻ 194IA വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സെക്ഷൻ 194C, ദാറ്റ് ഈസ് പേയ്മെൻറ്റ് ടു കോൺട്രാക്ടേഴ്സ് ഓർ സബ് കോൺട്രാക്ടേഴ്സ്. നമ്മളൊരു പേയ്മെൻറ്റ് കോൺട്രാക്ടേഴ്സിനോ സബ് കോൺട്രാക്ടേഴ്സിനോ കൊടുക്കുമ്പോൾ ആപ്ലിക്കബിൾ ആകുന്ന ടി ഡി എസ് കേസാണ് 194C എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് ബിസിനസ്സിൽ ഉടനീളം കണ്ടുവരുന്നതായ ഒരു സെക്ഷനാണ് 194C എന്ന് പറയുന്നത്. ഇതിന് ത്രഷോൾഡ് ലിമിറ്റ് വളരെ സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ 30,000 മുകളിലോട്ട് പോകുമ്പോൾ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ എഗ്രിഗേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എഗ്രിഗേറ്റ് ആയിട്ട് 1 lakhന് മുകളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ ടി ഡി എസ് ആപ്ലിക്കബിൾ ആവും. അതായത് ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. നിങ്ങളൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു വ്യക്തിക്ക് സിംഗിൾ പേയ്മെൻ്റ് ആയിട്ട് 25,000 കൊടുത്തെങ്കിൽ ടി ഡി എസ് ആപ്ലിക്കബിൾ ആവത്തില്ല. പക്ഷേ ഒരു 5-6 വട്ടമായിട്ട് നിങ്ങൾ 25,000 കൊടുക്കുമ്പോൾ എഗ്രിഗേറ്റ് ആയിട്ട് 1 lakhന് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരും. സോ ഇതിൻ്റെ ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർ എച്ച് യു എഫ് ആണെങ്കിൽ 1%, അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ എച്ച് യു എഫ് ആണെങ്കിൽ 2%. ഇതിൻ്റെ ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയും. ഈ സെക്ഷൻ ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എയർലിയർ ആണ്. സെക്ഷൻ 194D, ടി ഡി എസ് ഓൺ ഇൻഷുറൻസ് കമ്മീഷൻ. ഇതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 15,000 നിന്ന് 20,000 എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് 5% ഓൺ ഇൻഷുറൻസ് കമ്മീഷൻ. ആൻഡ് ഈ ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എയർലിയർ ആണ്. സെക്ഷൻ 194DA, പേയ്മെൻറ്റ്സ് ഇൻ റിഗാർഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രൊസീഡ്സ്. അത് ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഈ കേസിൽ 1 lakhs ആണ്. അതിൻ്റെ ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അതായത് ഇതിൻ്റെ സെക്ഷൻ കുറച്ചുകൂടി വിപുലീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി ടൈമിൽ നിങ്ങൾക്ക് ആ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുമ്പോൾ ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് 194DA എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് എയർലിയർ ആണ് ഈ കേസിലെ ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 194F, റീപർച്ചേസ് ഓൺ മ്യൂച്വൽ ഫണ്ട്സ്. അതായത് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്നതെന്ന് പറയുന്നത് നിങ്ങളൊരു റീപർച്ചേസ് ചെയ്യുകയാണ് മ്യൂച്വൽ ഫണ്ട്സ്, അല്ല അതിൻ്റെ പേയ്മെൻറ്റ്സ് റീപർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. ഈ സെക്ഷന് ത്രഷോൾഡ് ലിമിറ്റ് ഇല്ല. അതിന് ടി ഡി എസ് റേറ്റ് വരുന്നത് 20% ആണ്. ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻ്റ് ആണ്. സെക്ഷൻ 194G, ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓഫ് ലോട്ടറി ടിക്കറ്റ്സ്. അതായത് ഇതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനേക്കാളും 5,000 എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കഴിഞ്ഞ വർഷം 15,000 ആണ് ത്രഷോൾഡ് ലിമിറ്റ് എങ്കിൽ ഈ വർഷം 20,000 ആണ് ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. 5% ആണ് ടി ഡി എസ് റേറ്റ്. സെക്ഷൻ 194H, ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 15,000 ആണെങ്കിലും ഈ ഫിനാൻഷ്യൽ ഇയറിൽ എൻഹാൻസ് ചെയ്ത് 20,000 ആയി. ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എയർലിയർ ആണ്. സെക്ഷൻ 194IA, ടി ഡി എസ് ഓൺ റെൻറ്റ് ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി. അതായത് ഒരു പ്ലാന്റോ മെഷീനറിയോ നിങ്ങൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ ആപ്ലിക്കബിൾ ആവുന്ന ടി ഡി എസ് ആണ് സെക്ഷൻ 194IA. സ്പെസിഫൈഡ് ആയിട്ട് ഒരു 2% ടി ഡി എസ് റേറ്റ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 6 lakhs ആണ് പെർ ഇയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 50,000 പെർ മന്ത് എന്ന് പറയും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രിഗേറ്റ് 2,40,000 ആണെങ്കിൽ 6 lakhs എന്നൊരു വലിയൊരു റിലീഫ് ഈ വർഷം ടാക്സ് പേയേഴ്സിന് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ടി ഡി എസ് ഡിഡക്ഷൻ ടൈം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എയർലിയർ ആണ്. സെക്ഷൻ 194IB, ടി ഡി എസ് ഫോർ റെൻറ്റ് ഫോർ ലാൻഡ് ഓർ ബിൽഡിംഗ് ഫർണിച്ചർ ഫിറ്റിങ്സ്. ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 6 lakh പെർ ഇയർ ആണ്, അല്ലെങ്കിൽ പെർ മന്ത് 50,000 ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ആഗ്രിഗേറ്റ് ആയിട്ട് പെർ ഇയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ 2,40,000 ആണെങ്കിൽ ഈ വർഷം 6 lakh ത്രഷോൾഡ് ലിമിറ്റ് എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്.
അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. വലിയൊരു ഭാഗം റെൻറ്റിന് ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കുന്നവരും അല്ലെ ഫർണിച്ചേഴ്സ് അല്ലെ ഫിറ്റിങ്സ് റെൻറ്റിന് കൊടുക്കുന്നവർ ഈ സെക്ഷനിൽ ഒരു വലിയൊരു റിലീഫ് കിട്ടിയിരിക്കുകയാണ്. സെക്ഷൻ 194IA ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് നിങ്ങൾക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുമ്പോൾ ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷനാണ് 194IA എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 50 lakhsന് മുകളിലാണ് നിങ്ങളുടെ സെയിൽ കൺസിഡറേഷൻ എങ്കിൽ മാത്രമാണ് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സെക്ഷൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 lakhs ആണ്. TDS റേറ്റ് എന്ന് പറയുന്നത് 1% ആണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്ഷൻ അഗ്രികൾച്ചർ ലാൻഡിൽ ആപ്ലിക്കബിൾ ആകില്ല. ഇത് റെസിഡൻ്റ് ആയ വ്യക്തികൾക്ക് മാത്രമേ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകും. NRIകളാകുമ്പോൾ TDS സെക്ഷൻ വേറൊരു സെക്ഷനിലേക്ക് മാറും. പിന്നെ ഇതിനകത്ത് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ ഓഫ് TDS എന്ന് പറയുന്നത്. സോ ഇതിന് ഇനിയും പല സെക്ഷൻസുകളുണ്ട്. ഇതിൻ്റെ ഒരു അടുത്ത സെക്ഷൻ നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഫോർ more tax related videos, please do follow Tax Deals by SES. Thank you.